ബ്രിട്ടനിലെ റോൾസ് റോയ്സ് കമ്പനിയിൽ ഒരു ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയാണ് ഇന്ത്യക്കാരുടെ കാർ എന്ന ആഗ്രഹത്തോടെ മാരുതി തുടങ്ങിയത്. 1971 മാരുതി ആരംഭിച്ചത്. 1974 വാഹനം റോഡിൽ ഓടിക്കാൻ കഴിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അഹമ്മദാബാദിലെ ടെസ്റ്റ് സെന്ററിൽ എത്തുന്നു. പക്ഷേ ടെസ്റ്റ് ഫെയിൽ ആവുന്നു. വാഹനം നിർമ്മിക്കുന്നതിന് മുന്നേ ഡീലർമാരിൽ നിന്നും 2.5 കോടി പിരിച്ചെടുത്തിരുന്നു. വാഹനം ചോദിച്ചെത്തിയവർക്കൊന്നും വാഹനം കിട്ടിയില്ല. പലരും ജയിലിലാവുകയും ചെയ്തു. അങ്ങനെ 1980 സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടുകൂടി ഇന്ദിരാഗാന്ധി കമ്പനി ഏറ്റെടുക്കുന്നു. അങ്ങനെ മാരുതി ഉദ്योग ലിമിറ്റഡ്. മാരുതിയുടെ കൂടെ പ്രവർത്തിക്കാൻ പല കമ്പനികളുമായിട്ട് ചർച്ച നടത്തി. എന്നാൽ ആരും അതിന് സമ്മതിച്ചില്ല. പക്ഷെ ജപ്പാൻ കമ്പനിയായ സുസുക്കി 26% ഷെയറോടുകൂടി മാരുതിയുടെ കൂടെ ചേർന്നു. അങ്ങനെ മാരുതി സുസുക്കിയായി മാറി. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കാർ നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസുക്കി.